ഇന്ന് നല്ലൊരു ബാവുബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോൾ മെയിൻ കോഴ്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും സ്നാക്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഷുഗറും 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കുറച്ച് വാം മിൽക്ക് ഒഴിച്ചിട്ട് ഒരു സൈഡിലോട്ടേക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി വേണ്ടത് 240 ml 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ടേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സ്, ആവശ്യത്തിനുള്ള പാല്, ഉപ്പിട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ക്യൂബ്സ് ആയിട്ട് കട്ടാക്കി വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കനാണ്. അതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കോൺഫ്ലോർ, പുളിക്ക് ആവശ്യമായിട്ടുള്ള ലെമൺ ജ്യൂസ് ഒക്കെ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് കൊടുത്താൽ നല്ലത്. ഇനി വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല തിളച്ച എണ്ണയിലോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ചിക്കൻ നല്ലോണം കരിഞ്ഞ് വരുമൊന്നും വേണ്ട. ഈ ഒരു പാകാവുമ്പം തന്നെ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലോട്ടേക്ക് ആ ഒരു എണ്ണയിലോട്ടേക്ക് തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഏകദേശം ഒന്ന് ചൂടായതിന് ശേഷം ഒരു 10 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി വെളുത്തുള്ളിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ പോയതിന് ശേഷം നമുക്കിതുപോലെ കട്ടാക്കി വെച്ചിട്ടുള്ള 3 സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്കിത് നല്ലോണം വഴന്ന് അങ്ങനെ ആയി കിട്ടുമൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ചതച്ചതോ അല്ലെങ്കിൽ പൊടിച്ചതോ ഒക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കട്ടെ. ടൊമാറ്റോ സോസ് ഓരോരാൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി ഇത്തിരി ഒന്ന് ചൂടാക്കിയും കൂടി കൊടുത്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടാ. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച ആ മാവൊന്ന് ചെറുതായിട്ട് കുഴച്ചെടുക്കട്ടെ. ഓവർ ഫോഴ്സ് കൊടുക്കണ്ടേ. എന്നിട്ട് റോളാക്കിയിട്ട് ഇതുപോലെ കുറച്ച് ബോൾസാക്കി എടുക്കുക. ഇനി ഇത് പരത്തിയിട്ട് നമുക്ക് ബാവുബണ്ണിൻ്റെ ഷേപ്പിലോട്ടേക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കട്ടി തന്നെ പരത്തി കൊടുക്കട്ടെ. അതിന് ശേഷം ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ കട്ടാക്കി വെച്ചതിലോട്ടൊക്കെ ഇത്തിരി ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് കേട്ടോ ബാവുബണ്ണിൻ്റെ ആ ഒരു ഷേപ്പ്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒക്കെ റെഡിയായതിന് ശേഷം നമുക്കിതുപോലെ നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കാം. അപ്പോൾ ഇതൊരു ഡബിൾ സൈസായിട്ട് പൊങ്ങി വരും കേട്ടോ.